തോമസ് ഊട്ടി ബ്രദർ ഇന്നും നാളെയും പഞ്ചാബ് പത്താൻകോട്ട് ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട് 2015 ഒക്ടോബർ 24-25. ശുശ്രൂഷകൾ രാവിലെ 9 വൈകിട്ട് 6. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, തോമസ് ഊട്ടി ബ്രദർ മറ്റന്നാളും തിങ്കളാഴ്ചയും അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25-26. ഞായർ, തിങ്കൾ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രാത്രിയിൽ വളരെ മനോഹരമായ ഒരു സന്ദേശം നമ്മൾ കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദറിൽ നിന്ന് നമ്മൾ കേട്ടു. ഇന്ന് അതിൻ്റെ തുടർച്ച നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. നമ്മൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നമ്മളൊരു അരിഷ്ട മനുഷ്യനാകുകയാണ് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിലുള്ള എൻ്റെ പ്രത്യാശ, യേശുക്രിസ്തുവിലുള്ള എൻ്റെ ധൈര്യം, അത് ഈ ലോകത്തിലെ ഒരു ചെറിയ വിടുതൽ കൊണ്ട് മാത്രം തീരുന്നില്ല. നമുക്കൊരു കാര്യം അറിയാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്യും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയെ എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ ഉയർത്തും, മാനിക്കും, അതിനൊരു സംശയവുമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. 17 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞ് 2 കണ്ണും കാണാതെ ഈ ലോകത്ത് ജനിച്ചു. പോകാവുന്ന ഇടങ്ങളിലൊക്കെ പോയി, കാണിക്കാവുന്നവരെയൊക്കെ കാണിച്ചു. എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, മാനുഷികമായ ഒരു കാര്യവും ഈ കുഞ്ഞിന് വേണ്ടി ഇനി ചെയ്യാനില്ല എന്നവർ വിധി എഴുതി. ജീവിത അവസാനം വരെയും ഈ കുഞ്ഞ് അന്ധനായിരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ആകെ തകർന്ന് ജീവിതത്തെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ തകർന്നിരിക്കുമ്പോഴാണ് തങ്കുബ്രദറും തോമസ് ഊട്ടി ബ്രദറും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അവർ യേശുവിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. അവർ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ആ നിമിഷം ഞങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. അവൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഇന്ന് കോട്ടയത്ത് തന്നെ അവൻ +2 വളരെ മിടുക്കനായി സാധാരണ കുഞ്ഞുങ്ങളുടെ കൂടെ അവൻ പഠിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യേശുവിനെ വിശ്വസിച്ചാൽ ഈ ലോകത്തിൽ അത്ഭുതം നമ്മൾ കാണും, നമ്മൾ അനുഭവിക്കും അത്ഭുതം. എന്നാൽ ഞാൻ വീണ്ടും ഓർപ്പിക്കാം, ഈ ലോകത്തിലെ ചെറിയ വിടുതലിന് വേണ്ടി മാത്രമല്ല നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നതും നമ്മൾ യേശുവിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതും. നമുക്കൊരു കാര്യം അറിയാം, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തെ ഒരു ജീവിതമല്ല, എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജീവിതം. അതിനുവേണ്ടിയാണ്, ആ പ്രത്യാശയിലാണ് നിങ്ങളും ഞാനും നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ നോട്ടം നമ്മൾ മാറ്റരുത്. ഈ ലോകത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവിടെ ഭാരപ്പെടരുത്. അതിലെല്ലാത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കും. മാത്രമല്ല, നിത്യജീവൻ നമ്മളെ അവൻ അവകാശിയാക്കി മാറ്റും. ഇന്ന് നമുക്ക് തുടർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ മെസ്സേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഇന്ന് കേൾക്കുന്ന ആ വചനം എൻ്റെ ഉള്ളിലൊരു വലിയ ധൈര്യം തരുവാൻ, നിത്യജീവനെക്കുറിച്ചുള്ള ആ ഉറപ്പും നിത്യജീവൻ വേണമെന്നുള്ള ആഗ്രഹവും എൻ്റെ ഉള്ളിൽ നിന്ന് വർദ്ധിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. There is a wonderful story in the book of Matthew. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മനോഹരമായ ഒരു കഥയുണ്ട്. Then Jesus is going to Capernaum. യേശു കഫർനഹൂമിലേക്ക് പോവുകയാണ്. And there he meets up a centurion. അവിടെ ഒരു ശതാധിപനെ താൻ കാണുന്നു. Matthew chapter 8. മത്തായി 8-ാം അധ്യായം. Centurion is meaning a person who is head of 100 people. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപനായിട്ടുള്ള ഒരു വ്യക്തി. I want to tell you,
a bit about Matthew. മത്തായിയെ കുറിച്ച് ഞാനൊരു അല്പം പറയാം. Matthew was a tax collector. മത്തായി ഒരു ചുങ്കം പിരിവുകാരനായിരുന്നു. Hallelujah. ഹല്ലേലൂയ. At that time, Romans had a tax system. ആ കാലത്ത് റോമക്കാർക്ക് ചുങ്കം നികുതി പിരിക്കുന്ന സംവിധാനമുണ്ടായിരുന്നു. There was import duty, there was export duty. അവിടെ ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കവും ഒക്കെ From ഉണ്ടായിരുന്നു. 2% to 12.5%. 2% തൊട്ട് 12.5% വരെ. And what the government will do, സർക്കാർ എന്താ ചെയ്യുന്നത്? they will auction every territory to somebody. ഓരോ ദേശങ്ങൾ ആർക്കെങ്കിലും ലേലം ചെയ്ത് ഏൽപ്പിക്കും. ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം, ഈ ക്യാമ്പസ് ഞാൻ സാജൻ ബ്രദറിന് അല്ല ഇവിടെ ഓപ്പൺ ലേലം പോവുക. ഇതിനകത്ത് കയറി വരുന്ന കാറുകൾക്ക് ഒരു വർഷത്തേക്ക് പാർക്കിംഗ് ഫീസ് ലേലം ചെയ്യാൻ പോവുക. 10 പേര് ലേലത്തിന് പങ്കെടുത്തു. ഒരാൾ പിടിച്ചു, സാജൻ ബ്രദർ പിടിച്ചു. സാജൻ ബ്രദർ 1 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഇവിടെ വരുന്ന വണ്ടിക്കകത്തുനിന്ന് ഇനി പാർക്കിംഗ് ഫീ വാങ്ങിക്കാം. മനസ്സിലായോ? സാജൻ ബ്രദർ 1 ലക്ഷം രൂപയ്ക്കാണോ ഇനി പിരിക്കാൻ പോകുന്നത്? സാജൻ 1 ലക്ഷം രൂപ മുടക്കിയെങ്കിൽ ഇനി മനസ്സിനകത്ത് എന്താ എത്ര ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് ചുങ്കക്കാരെ പള്ളി ഭ്രഷ്ടരാക്കുമായിരുന്നു. കാരണം അവരെപ്പോഴും അനീതിയെ കാണിക്കത്തുള്ളൂ. അവർ പിടിച്ചുപറിക്കാരാ. കാര്യം അവർ ലേലത്തിന് പൈസ കൊടുത്തവരാ. They were hated by everybody. ലോകം മുഴുവൻ അവരെ വെറുക്കും. They have money but hatred was upon them. അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ടാകും, പക്ഷെ അവരോട് നേരെ എല്ലാവർക്കും പകയും വെറുപ്പും ഉണ്ടാകും. Matthew was one among them. മത്തായി അങ്ങനെ ഒരുവനായിരുന്നു. He was a tax collector. താൻ ഒരു ചുങ്കക്കാരനായിരുന്നു. And history says he was ousted from the synagogue because of that. ചരിത്രം പറയുന്നത് അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിടിച്ചുപറിയാ തൊഴില്. ആമേൻ. Hated by everybody. എല്ലാവരും വെറുക്കുന്നു. Thrown out of the synagogue. ആ പള്ളിയിൽ നിന്ന് ഭ്രഷ്ടനാക്കി കളഞ്ഞിരിക്കുന്നു. But look at my Jesus. എന്നാൽ എൻ്റെ യേശുവിനെ ഒന്ന് നോക്ക്. He chooses him to become his disciple. അവനെ തൻ്റെ ശിഷ്യനാകുവാൻ യേശു അവനെ തിരഞ്ഞെടുത്തു. What a wonderful savior we have. ഓ എത്ര മനോഹരനായ ഒരു രക്ഷകനാ നമുക്കുള്ളത്. I want to tell everyone who is listening to me. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം. You might be hated by everybody in the world. ലോകത്തുള്ള മുഴുവൻ പേരും നിങ്ങളെ വെറുക്കുന്നുണ്ടാകാം. But there is someone who loves you. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. Loves you. നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. Loves you. നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. His name is Jesus. അവന്റെ പേരെത്ര? യേശു. Sakai was a tax collector. സക്കായി ഒരു ചുങ്കക്കാരനായിരുന്നു. And that is why the love of Jesus, he said, I will give back 4 times whatever I have given. അതത്ര യേശുവിന്റെ സ്നേഹം വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പിരിച്ചതിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. വീണ്ടും ഞാൻ പറയാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് സഭായോഗത്തിൽ ആദ്യമായിരിക്കും വന്നത്. നിങ്ങളെ ലോകം വെറുക്കുന്നുണ്ടായിരിക്കാം. കാര്യം നിങ്ങൾ ചെയ്തത് അതുപോലത്തെ പ്രവൃത്തിയായിരിക്കാം. പക്ഷെ എൻ്റെ കർത്താവ് പിൻപിലുള്ള ജീവിതം ചോദിക്കുന്നവനല്ല. നിന്നെ ഒരു അപ്പോസ്തലനാക്കാതെ വിടത്തില്ല. That is the power of faith of Jesus Christ. Hallelujah. Hallelujah. Oh, I can feel the love of Jesus dripping into this. യേശുവിന്റെ സ്നേഹം ഇവിടെ ഇങ്ങനെ തുള്ളിതുള്ളിയായി വീഴുന്ന എനിക്കറിയാം. ഇന്നിവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും പറയാ, ഞാൻ കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട. ഞാനൊരു കാര്യം പറയാം, വേണ്ടിയ ഒരാളുണ്ട്. അതുകൊണ്ടാണ് ഈ സഭയ്ക്കകത്ത് കയറിയത്. നീ കർത്താവിനെ തെരഞ്ഞെടുത്തതല്ല, കർത്താവ് നിന്നെയാ തെരഞ്ഞെടുത്തത്. നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടല്ല, നിന്നെ എന്താക്കി തീർക്കാം എന്നുള്ള പദ്ധതി അവൻ്റെ കയ്യിലുണ്ട്. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള പദ്ധതിയാ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Hallelujah. Hallelujah. In the book of Matthew records a wonderful story. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മനോഹരമായ ഒരു കഥ. Centurion says, ശതാധിപൻ പറയുക, my slave, എൻ്റെ അടിമ, എൻ്റെ ദാസൻ, he's sick. അവൻ രോഗിയായിരിക്കുന്നു. Please come and heal. കടന്നു വന്ന് അവനെ ഒന്ന് Please സൗഖ്യമാക്കണം. speak a word and he will be നീ healed. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവൻ സൗഖ്യമാകും. Jesus said, യേശു പറഞ്ഞു, I will come. ഞാൻ വരാം. The centurion said, അപ്പോൾ ശതാധിപൻ പറഞ്ഞു, I know what is authority. അധികാരം എന്താണെന്ന് എനിക്കറിയാം. When you speak, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ
my servant will be healed. ദൂരെയുള്ള എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. Let me tell you, every word that you speak, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും something is happening in the heavenlies. സ്വർഗ്ഗ സ്ഥലങ്ങളിൽ എന്തോ ചിലത് അതിൻ പ്രകാരം സംഭവിക്കുകയാണ്. Jesus Christ has set us free. യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. But എന്നാൽ he doesn't take possession of us. എന്നാൽ അവൻ നമ്മെ അവൻ കൈവശമാക്കിയില്ല. ചിലർ ഇങ്ങനെ പറയുന്ന കേൾക്കാൻ മേലെ, ദൈവത്തിന് വേണമെങ്കിൽ എന്നെ നന്നാക്കട്ടെ. ഇല്ല, ദൈവം ആരെയും പിടിച്ച് നന്നാക്കുന്നവനല്ല. അവന്റെ സ്നേഹം നമ്മളെ ആകർഷിച്ചുകൊണ്ടേ. And that is why there is a wonderful word അതുകൊണ്ട് മനോഹരമായ ഒരു വചനമുണ്ടല്ലോ in the Romans chapter 6, റോമാലേഖനം 6-ാം അധ്യായത്തിൽ, which says like this. അതിപ്രകാരം പറയുന്നു. Romans chapter 6 verse 16. 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. Do you not know that to whom you present yourselves slaves to obey, you are that one's slave whom you obey? നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു. നിങ്ങൾ ആരെയാണോ അനുസരിക്കുന്നത് ആ അനുസരിക്കുന്ന ആളുടെ ദാസന്മാരാ. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, എന്നറിയുന്നില്ലയോ, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. നീതിക്കായി അനുസരണത്തിന്റെ. എന്നിട്ട് പറയാണ് താഴോട്ട്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച്. പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. പറഞ്ഞാട്ടെ, ഞാൻ വിടുവിക്കപ്പെട്ടവനാണ്. ഞാൻ വിടുവിക്കപ്പെട്ടവനാണ്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു, ഞാൻ വിടുവിക്കപ്പെട്ടവനാണ്. എന്നിട്ട് 19-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. ആയിട്ട് സമർപ്പിക്കരുത്. You should not submit your organs, you should not submit your body to become again slaves. വീണ്ടും അടിമത്വത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തെയോ ശരീരത്തിന്റെ അവയവങ്ങളെയോ നിങ്ങൾ സമർപ്പിക്കരുത്. To sin, പാപത്തിന് നിങ്ങൾ സമർപ്പിക്കരുത്, which will lead to death. അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും. The law is spirit and life. അവിടുത്തെ പ്രമാണം അത് ജീവനും ആത്മാവുമാണ്. I will not give the control of my tongue to the devil. എന്റെ നാവിന്റെ അധികാരം ഞാൻ പിശാചിന് കൊടുക്കയില്ല. I will bless my family. ഞാൻ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. Might be my family is not doing good, എന്റെ കുടുംബം ചിലപ്പോൾ നന്നായി പോകുന്നില്ലായിരിക്കാം. but God has joined. എന്നാൽ ദൈവം അവിടെ ചേർന്നിരിക്കുന്നു. God has joined my wife to me. എന്റെ കുടുംബത്തെ എന്നോട് ചേർത്തത് ദൈവമാ. ദൈവമാ ഒരു ഭാര്യയും ഭർത്താവേയും കൂട്ടി ചേർത്തിരിക്കുന്നത്. ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. ദൈവം ചേർത്തത് ഏറ്റവും മെച്ചപ്പെട്ടത്. ആമേൻ. Hallelujah. Hallelujah. Bless your marriage. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുക. Bless your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. Do not take this organ called the tongue and become slave of sin. That will lead you to death. നാവെന്ന പേരായി ഈ അവയവത്തെ പിശാചിനെ അടിമയാക്കി നിങ്ങളുടെ കുടുംബത്തിന് ദോഷം ചെയ്യരുത്. There is a spiritual law. ഇവിടെ ഒരു ആത്മീയ നിയമമുണ്ട്. Do not speak against my anointed. നിങ്ങൾ അഭിഷിക്തന്മാർക്ക് എതിരായിട്ട് സംസാരിക്കരുത്. I want to tell you, this is a very serious ഇത് business. വളരെ വലിയൊരു കാര്യമാണ്. God has appointed some in the church to preach. ദൈവം സഭയിൽ ചിലരെ പ്രസംഗകന്മാരായി ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ശുശ്രൂഷകരായിട്ട് ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ടവർ എന്ന് വചനം പറയുമ്പോൾ അതിൻ്റെ വിപരീതമായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ ചെയ്യുന്നത് ആ 15 നിലയിൽ നിന്ന് എടുത്ത് ചാടുന്നതാ. That is why the Bible says, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു, I will catch the wise in their craftiness. ഞാൻ കൗശലക്കാരെ അവരുടെ കൗശലത്തിൽ പിടികൂടും. We have a spiritual law working in us. നമ്മുടെ മേൽ ഒരു ആത്മീയ നിയമം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. And that is why we have a helper. അതുകൊണ്ടാണ് നമുക്കൊരു കാര്യസ്ഥനുമുള്ളത്. The Holy Spirit. പരിശുദ്ധാത്മാവ്. Who will help you. അവൻ നമ്മെ സഹായിക്കും. To walk in this law called spirit and life. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ അനുസരിച്ച് നടപ്പാൻ അവൻ നമ്മെ സഹായിക്കും. When you give unto the Lord, നാം കർത്താവിനായി സമർപ്പിക്കുമ്പോൾ, the devil will
will say, പിശാച് ഇങ്ങനെ പറയും, why do you want to give to them? നിങ്ങൾ എന്തിനാ അവിടെ കൊടുക്കുന്നത്? Why are you giving to them? നിങ്ങൾ എന്തിനാ അവർക്ക് വേണ്ടി കൊടുക്കുന്നത്? On the other side, എന്നാൽ മറുവശത്ത് you are losing. നിങ്ങൾ നഷ്ടപ്പെടുകയാണ്. You are giving money to many things, but giving unto the Lord, you have doubt in your heart. നിങ്ങൾ പല കാര്യങ്ങൾക്ക് നിങ്ങൾ പണം ചെലവാക്കുന്നു, എന്നാൽ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കുന്നു. You are being tricked by the devil. നിങ്ങൾ പിശാചിനാൽ വഞ്ചിക്കപ്പെടുകയാണ്. The spiritual law is not operating in our life. ആത്മീയ നിയമം അവിടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതെ But I want to assure you one thing. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കട്ടെ, This is where led by the Holy Spirit is being important. ഇവിടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ Many a times a believer has to be the head and not the tail. പലപ്പോഴും നമ്മൾ ഒരു വിശ്വാസി അവൻ ഒരു സ്ഥലത്ത് വാലല്ല തലയായി മാറണം. ഒരൊറ്റ വിശ്വാസി പോലും വാലല്ല തലയായിരിക്കും. വായ്പ വാങ്ങുന്നവനല്ല കൊടുക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. ദൈവവചനം മാറി പോകത്തില്ല. എഴുതപ്പെട്ട വചനത്തിന് വിപരീതമായതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. Hallelujah. Hallelujah. But why is something going wrong? എന്തുകൊണ്ടാണ് ഇത് ചിലത് തെറ്റിപ്പോകുന്നത്? Because I am not fighting in the good fight. കാരണം ഞാൻ നല്ല പോർ പൊരുതുന്നില്ല. I am not fighting holding on to eternal life. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല. I am fighting with my flesh. ഞാൻ എൻ്റെ ജഡത്തിലാ യുദ്ധം ചെയ്യുന്നത്. I am being deceived by the devil. ഞാൻ പിശാചിനാൽ വഞ്ചിക്കപ്പെടുന്നു. Hallelujah. Hallelujah. കർത്താവ് എന്നോട് പറഞ്ഞു അത് ചെയ്യാൻ. ഞാൻ ഒരു കാര്യം പറയാം, കർത്താവ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എന്നോടും കൂടെ പറയും. ചിലരിങ്ങനെ പറയും, എന്നോട് കർത്താവ് പറഞ്ഞു ഇന്ന് ഈ സഭയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. അതിന് അങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടും കൂടെ പറയാൻ. When you break that spiritual law, നീ ആത്മീയ നിയമത്തെ പ്രമാണത്തെ ലംഘിക്കുമ്പോൾ, you are now not in the light. നിങ്ങൾ വെളിച്ചത്തിലല്ല. That is why the Bible says, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, if he is in the light, you are in the light, there is a fellowship going on. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നീയും വെളിച്ചത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അവിടെ തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. That is where the power of this glory of God is dispelled. അവിടെയാണ് ദൈവ തേജസ്സിന്റെ ശക്തി വെളിപ്പെട്ടു വരുന്നത്. I want to be led by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നയിക്കപ്പെടണം. I want to glorify God in my body. ദൈവത്തെ ഞാൻ എൻ്റെ ശരീരത്തിൽ ഒന്ന് പ്രസാദിപ്പിക്കണം. I don't want the flesh to operate at all. അവിടെ എൻ്റെ ജഡം പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. And that is where the Holy Spirit is required. അവിടെയാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആവശ്യം. Use your tongue to bless others. നിങ്ങളുടെ നാവിനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ I want to tell you, faith, family and finance go together. വിശ്വാസം, കുടുംബം, സാമ്പത്തികം എല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. And family is the foundation of faith and finance. കുടുംബം അത്രേ വിശ്വാസത്തിന്റെയും സമ്പത്തിന്റെയും അടിസ്ഥാനം. I will be talking about these three very shortly. We will be telling you. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേഗത്തിൽ ഉടൻ തന്നെ സംസാരിക്കുന്നതാണ്. Today when you are sitting over here, ഇന്ന് ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ, whatever you have sowed into the unseen world, നിങ്ങൾ അദൃശ്യ ലോകത്ത് എന്തൊക്കെ വിതച്ചുവോ, you have the power to cancel it also. നിങ്ങൾ അതിനെ ഒന്ന് നിർമൂലമാക്കാൻ, ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. Whatever you have done wrong, എന്തൊക്കെ നിങ്ങൾ തെറ്റ് ചെയ്തുവോ, the Bible says, വേദപുസ്തകം പറയുന്നു, 1 John 1:9, 1 യോഹന്നാൻ 1:9, if you confess, നിങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ, and that is the beauty about the gospel, അതാണ് സുവിശേഷത്തിന്റെ മനോഹാരിത, that whatever wrong you have done, നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ നിങ്ങൾക്ക് പറ്റിപ്പോയാലും, the moment you repent, നിങ്ങൾ മാനസാന്തരപ്പെടുന്ന നിമിഷം, you are as good as new. നിങ്ങൾ പുതിയ വ്യക്തിയെ പോലെ, You are as good as new. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയെ പോലെ ശുദ്ധിയുള്ളവനാകുന്നു. Hallelujah. Hallelujah. That is what Jesus paid the price for. അതിനുവേണ്ടി യേശു ക്രൂശിൽ വില കൊടുത്തത്. In the Old Testament, പഴയ നിയമത്തിൽ you had to go through the punishment. നിങ്ങൾ ആ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. But today, എന്നാൽ ഇന്നോ you escape it in the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ അതിനെ രക്ഷപ്പെട്ടു. 1 John 1:9, the Bible says, 1 യോഹന്നാൻ 1:9 വേദപുസ്തകം പറയുന്നു. oh glory to be, blessed be the name of the Lord. കർത്താവിന്റെ നാമം Come on, read it. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാ. ഇന്ന് ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വർഗീയ വിരുന്നിലെയും വിശ്വാസികളോട് ഞാൻ പറയാം, നമ്മളൊരു കുടുംബമാണ്. എൻ്റെ ആഗ്രഹമാണ് ഇവിടെ സ്നാനപ്പെട്ട് കയറിയ ഒരൊറ്റ ആൾ പോലും അവർ തകരരുത്. അവർ ഉയർച്ച അനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വായി കൂടെ വേണ്ടാത്ത വാക്കുകൾ പറയരുത്.
അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. സാമ്പത്തികമായി ഞെരുക്കങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ആരുടെ മുമ്പിലും കൈ നീട്ടാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിന് തക്കവണ്ണം പരിപൂർണമായി തീർക്കും. വിശ്വസിക്കുന്നുണ്ടോ അത് നടക്കുമെന്ന്? വെയിറ്റ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഒരു കാര്യം വളരെ ഉറപ്പിച്ച് നിന്നോണം, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഉണ്ട്. ഈ യേശു പറഞ്ഞ വാക്കാൽ ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. യേശു ഉണ്ടോ? കൂടെ ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെയും ഉപേക്ഷിക്കുന്നവനല്ല. അവൻ പുകയുന്ന തിരിയുന്ന കെടുത്ത് കളയുന്നവനല്ല. ഒടഞ്ഞ ഓടെ ഒടിച്ചു കളയുന്നവനല്ല. ചതഞ്ഞ ഓടെ അവൻ എല്ലാത്തിനെയും ഭംഗിയായി തീർക്കുന്നവനാണ്. പക്ഷെ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണം. എന്നെക്കൊണ്ട് സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നത്. ആരെയും ഞാൻ വീണ്ടും പറയാം, ദൈവരാജ്യത്തിൻ്റെ തത്വം ഞാൻ വിട്ടു കൊടുക്കുമ്പോഴാണ് ജയമുണ്ടാകുന്നത്. ഞാൻ തോറ്റു കൊടുക്കുമ്പോഴാണ് എനിക്ക് ജയമുണ്ടാകുന്നത്. ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ എൻ്റെ ഓടയവൻ എനിക്ക് വേണ്ടി സംസാരിക്കും. ഇന്ന് എത്ര പേര് പറയും, കർത്താവേ എന്നെ വഴി നടത്തണമേ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ മേലെ നടത്തണം. മാത്രമല്ല നിത്യതയുടെ കാഴ്ചപ്പാട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ ഭൂമിയിൽ എത്ര വലിയ കാര്യം ചെയ്താലും നാളെ നിങ്ങളും ഞാനും യേശുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടിവരാ. എല്ലാവരും, അതിൽ നിന്ന് ഒഴിവാർക്കുമില്ല. ആ നിത്യജീവനെ മുറുകെ പിടിച്ച് ആ നല്ല പോരാട്ടം എവിടെയാ? ബുദ്ധിക്കകത്ത, തലയ്ക്കകത്ത ചിന്തകൾ, വിചാരങ്ങളിട്ട് പോരാടുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന പുനരുത്ഥാന ശക്തി എൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവും ശക്തിയും കർത്താവെ ഇന്ന് എനിക്ക് വേണം. ഇന്ന് എത്ര പേര് അത് പറയും? അവർ കരങ്ങൾ ഉയർത്തി പറഞ്ഞ് കർത്താവെ, അവർ മാത്രമൊന്ന് ദൈവസന്നിധിയിൽ ചാടി എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ പറഞ്ഞത്, എവിടെയാ തെറ്റിയെന്ന് നിങ്ങൾക്കറിയാം. ആ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറയണം. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ സകല പാപങ്ങളെ പോക്കി സകല അനീതിയിൽ നിന്നും അവൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കുന്നവനാ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. വചനം പറയുന്നത് പോലെ നമ്മുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ അവൻ നിങ്ങളെ അത്ഭുതത്തോടെ നടത്തും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികളായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗത്തിലേക്ക് നോക്കരുത്. ദൈവവചനം പറഞ്ഞത് എങ്ങനെയാണ്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. രോഗത്തിലേക്കോ കടഭാരത്തിൻ്റെ വലുപ്പത്തിലേക്കോ നോക്കിയവരെക്കുറിച്ചല്ല, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആ കൃപാസിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് കടന്നു വരികയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട പലരും പല വിഷയങ്ങളിൽ അവർ ഭാരപ്പെടുന്നുണ്ട്. കർത്താവെ, അവിടുന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണല്ലോ. മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന കർത്താവെ, ഇന്ന് കുടുംബജീവിതത്തിലും ശാരീരികമായും തലമുറയെക്കുറിച്ചൊക്കെയും ഭാരപ്പെടുന്ന പലരും ഞങ്ങളെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ, സകല അധികാരവുമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉള്ള സകല പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ആ ബ്രെയിൻ ട്യൂമർ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ഡെഡായിട്ട് ഓർമ്മശക്തി ഇല്ലാതെ വളരെയേറെ ഭാരപ്പെടുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പുതിയ ബ്രെയിൻ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവേ, അങ്ങയുടെ കരം തൊടണം. തളർച്ചകൾ മാറട്ടെ. കാലുകൾക്ക് ബലമുണ്ടാകട്ടെ. പുതിയ കിഡ്നികൾ സൃഷ്ടിക്കപ്പെടട്ടെ. ലങ്സുകൾ സൃഷ്ടിക്കപ്പെടട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ വിടുതൽ ഇവിടെ ഭവനങ്ങളിൽ വരട്ടെ. ഒരു വഴി തുറക്കട്ടെ. ഇവിടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അത്ഭുത വഴി ഇപ്പോൾ തന്നെ ഒരുങ്ങട്ടെ. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യണം. എല്ലാ വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി നൽകുന്നതിനായി സ്തോത്രം. എല്ലാത്തിനേക്കാൾ ഉപരിയായി നിത്യജീവനെക്കുറിച്ചുള്ള ആ ദാഹം ഞങ്ങളുടെ ഉള്ളിൽ തരണം കർത്താവേ. ആ നിത്യജീവൻ നഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുവാൻ
പരിശുദ്ധാത്മാവെ ഓരോ മക്കളെയും സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബം ഈ ദേശത്തിന് തന്നെ ഒരു അത്ഭുതമായി മാറട്ടെ, ദേശത്തിനൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. തോമസ് ഊട്ടി ബ്രദർ ഇന്നും നാളെയും പഞ്ചാബ് പത്താൻകോട്ട് ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട് 2015 ഒക്ടോബർ 24-25. ശുശ്രൂഷൻ രാവിലെ 9-നും വൈകിട്ട് 6-നും. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. बहते हुए തോമസ് ഊട്ടി ബ്രദർ മറ്റന്നാളും തിങ്കളാഴ്ചയും അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25-26. ഞായർ, തിങ്കൾ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. मसी तूने हमको सिखाए प्रेम की परिभाषा को, प्रेम का सागर है तू, चांदी का राजकुमार है तू, चरण